ചേട്ടാ ഇത് ഞങ്ങളുടെ കച്ചവടം. സ്കൂള് തുറന്നു കഴിയുമ്പോൾ ബുക്ക് മേടിക്കണം. അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ട് മേടിക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്റെ വീഡിയോ മോള് കാണുന്നതാണോ? അതെ അതെ, ഞാൻ ഇൻസ്റ്റഗ്രാമിലും. എന്റെ പേരെന്തോ? അപ്പൊ സനീസ്. 60 രൂപയുടെ കിടിലം ബിരിയാണിയുടെ എനിക്ക് വയ്യ. അപ്പൊ കുറച്ച് കുട്ടി കച്ചവടക്കാരെ കണ്ടു, നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. സംഭാരമാണ് എനിക്ക് വയ്യ. ചേട്ടാ ഇത് ഞങ്ങളുടെ കച്ചവടമാ. എന്നാ തുടങ്ങിയത്? ഇത് ഏപ്രിൽ 9 സ്റ്റാർട്ട് ചെയ്തു. നല്ല കച്ചവടമായിട്ട് പോകുന്നുണ്ട്. നല്ല കച്ചവടം ഉണ്ടല്ലേ? സംഭാരത്തിന് എത്ര രൂപയാ? 20 രൂപ വില വരുന്നു. 20 രൂപ ഉള്ളു. നാട്ടിലുള്ള എല്ലാരും വാങ്ങിച്ച് സഹായിക്കുന്നുണ്ടോ? എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു. മോൾ എത്രല്ല പഠിക്കുന്നേ? ഞാൻ ഇനി 8ലോട്ട്. മോളുടെ പേര്? അഭിരാമി. അഭിരാമി. മോന്റെ പേരെന്താ? അഭിരാം. ആരോമൽ. മോളുടെ അനിയനാണോ ഇത്? ഇത് ഞങ്ങള് ഇരട്ടകളാ. നിങ്ങൾ ഇരട്ടകളാ? ഓ ശരി ശരി ശരി. അത് കൂട്ടുകാരനാ? രണ്ടുപേരും കൂട്ടുകാരാ. അപ്പൊ എത്ര മണിയാകുമ്പോൾ തുടങ്ങും ഇതിന്റെ പരിപാടിയൊക്കെ? ഇത് 11 മണിയൊക്കെ ആകുമ്പോ സ്റ്റാർട്ട് ചെയ്യും. ഒരു 2 മണി 3 മണി വരെ നിൽക്കും. അത് ആരാ ഇതിന്റെ ആശയം മുന്നോട്ട് കൊണ്ടുവന്നേ? അമ്മയുടെ അച്ഛന്റെ നല്ല സപ്പോർട്ടോടെ തന്നെ നമ്മൾ ഇത് ചെയ്യുന്നത്. അമ്മയായിട്ട് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. അമ്മയാണ് ഇത് ഉണ്ടാക്കി തരുന്നത്. നല്ല തിക്കായിട്ട് നല്ല ഇതായിട്ട് ഉണ്ടാക്കി തരും. അമ്മ ഉണ്ടാക്കി തരും, മക്കൾ ഇവിടെ നിന്ന് വിൽക്കും. നല്ല സപ്പോർട്ടാണ് എല്ലാരും വന്ന് മേടിക്കും. നല്ല സംരംഭം പറയും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കളിക്കാനൊന്നും പോത്തില്ലേ ഇപ്പൊ? ഇല്ല, ഞങ്ങള് ഉച്ച കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ വരൂ. ഉച്ച വരെ നമ്മൾ ഇത് സംഭാരം നടത്തിയിട്ട് ഇത് തീരുന്ന അനുസരിച്ച് നിർത്തും. അത് മാത്രം. അത് കഴിയുമ്പോ ഞങ്ങൾ കളിക്കാൻ പോകും. ഈ കച്ചവടത്തിന്റെ ലക്ഷ്യം എന്താണ് മോളുടെ? നിങ്ങളുടെ എല്ലാവരുടെ ലക്ഷ്യം? സ്കൂള് തുറന്നു കഴിയുമ്പോ ബുക്ക് മേടിക്കണം, പിന്നെ യൂണിഫോം, ഫുട്ബോള്, കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കണം. സ്കൂള് തുറക്കുമ്പോ അത് അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ട് മേടിക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് നല്ലൊരു ലക്ഷ്യമാണ് കേട്ടോ. താങ്ക് യു. കാരണം ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും തോന്നാത്ത ലക്ഷ്യമാണ്. അപ്പൊ ഇപ്പോഴേ നിങ്ങളൊരു ചെറിയ ബിസിനസ്സുകാരായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇനിയും നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിക്കുകയാണ്. നിങ്ങളെല്ലാരും ഒരു ക്ലാസ്സിലാണോ പഠിക്കുന്നത്? അയ്യോ, അമ്മ ഉണ്ടാക്കി തരുന്ന മോരാ? നല്ല തിക്കായിട്ട് അമ്മ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി തരും. മോള് പറയുന്നു നല്ല തിക്കായിട്ട് അമ്മ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി തരുമെന്ന് പറയുന്നു. എന്റെ വീഡിയോ മോള് കാണുന്നതാണോ? അതെ അതെ, ഞാൻ ഇൻസ്റ്റഗ്രാമിലും. എന്റെ പേരെന്തോ? അപ്പൊ സനീസ്. അപ്പൊ എന്റെ വീഡിയോ കാണുന്നത്. ഏത് വീഡിയോ മോള് കണ്ടിട്ടുള്ള? എന്റെ ഞാൻ വേറെ ഒരു 2 പിള്ളേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ 60 രൂപയുടെ കിടിലം ബിരിയാണിയുടെ എനിക്ക് വയ്യ. അപ്പൊ അതെല്ലാം കാണുന്നേ മോള് കേട്ടോ. അപ്പൊ ഒരുപാട് സന്തോഷം, നിങ്ങളെല്ലാം പരിചയപ്പെടാൻ കഴിഞ്ഞില്ല കേട്ടോ. ഇപ്പൊ അമ്മ ഉണ്ടാക്കി തരുന്ന നല്ല തിക്കായിട്ടുള്ള മോരും വെള്ളമാണ് കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു, ഇവരുടെ ഒരു വീഡിയോ എടുത്തു. കുടത്തിലെ സംഭാരമാണ് കേട്ടോ. എനിക്ക് വയ്യ. അടിപൊളി, ഉഷാറായിട്ടുണ്ട് കേട്ടോ. ബാക്കി മുട്ടായി വെച്ചു. ഇവർ രണ്ടുപേരും ഉള്ളൊരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷേ ഈ കച്ചവടത്തിൻ്റെ മെയിൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോളാണെന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. ആ മോളെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഹരിപ്പാട് നിന്ന് തൃക്കുന്നപ്പുഴയിൽ നിന്ന് ഓടി ഇവിടെ വരുന്നത്. ഈ ഇവരുടെ ഒരു വീഡിയോയും കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ. കാരണം ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോ ചെയ്യുമ്പോൾ ഒരാൾക്ക് വിഷമമാവും. അദ്ദേഹമാണ് ഇതിൻ്റെ മെയിൻ ആള്. അപ്പൊ എന്താണെങ്കിലും അന്ന് ഇവിടെ പോയേക്കുമായിരുന്നു മോള്? ഞാൻ ഗൈഡിങ്ങിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഗൈഡിങ്ങിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോയേക്കുമായിരുന്നു. മോക്ക് വിഷമായി പോയനല്ലേ? മിസ്സായി പോയനെ. അപ്പൊ ആ മോളെ കാണാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഇവരുടെ മോര് ഞാൻ കുടിച്ചു. നല്ല അടിപൊളി മോരാണ്. അപ്പൊ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് സഹായിക്കുക. സ്ഥലം നിങ്ങൾ മറന്നുകൊണ്ട. ആലപ്പുഴ ജില്ലയിൽ ചമ്പക്കുളം ഇവിടെ ഒരു മിൽമ പാലം ഉണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് ഈ മക്കളെ കാണാം. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അമ്മയും അച്ഛനൊന്നും ബുദ്ധിമുട്ടിക്കാതെ ഇനിയിപ്പോൾ ക്ലാസ്സിലേക്ക് പഠിക്കാനായിട്ട് പോകുമ്പം ബുക്കും പുസ്തകമൊക്കെ വാങ്ങിക്കണമെന്നാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഈ സ്കൂൾ തുറപ്പ് സമയത്ത് ഇതുവഴി ഒന്ന് കറങ്ങി വരും. അപ്പോൾ ഇവിടെ കാണുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് പിന്നെ പറയാം അല്ലേ? എന്നാ ശരി മോളെ, സന്തോഷം. എല്ലാവരെയും കണ്ടില്ലേ കേട്ടോ? ഓക്കെ മോനെ, പോട്ട് കേട്ടോ. കച്ചവടമൊക്കെ ഉഷാറായി കൊടുക്കും നമ്മുടെ പ്രേക്ഷകർ.